ഇതുകൊണ്ട് എന്ത് സുഖമാണ് കിട്ടുന്നത് എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം മിക്ക ഒരു ലൈഫ് എക്സ്പീരിയൻസ് കിട്ടുള്ളതായിരിക്കും. ആണെന്നില്ല പെണ്ണെന്നില്ല, എല്ലാവരും എക്സ്പീരിയൻസ് ഇട്ടുണ്ട്. പ്രത്യേകിച്ച് അച്ഛനും അമ്മയൊക്കെ നാട്ടിൽ കുറച്ച് സോഷ്യലായിട്ട് ഇടപെടുന്നവരാണ്, പറയേ വേണ്ട. നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ അച്ഛനും അമ്മയും അറിയുന്ന ആരെങ്കിലും ഒരാൾ അവിടെ കാണും. അതിപ്പോൾ എവിടെ ചെന്നാലും ഇപ്പം നമ്മൾ തിരുവനന്തപുരത്ത് പോയി കാണും, കൊച്ചി പോയി കാണും, ഗൾഫിൽ പോയി അവിടെ പോലും കാണും, നമ്മൾ അറിയുന്ന ആരെങ്കിലും ഒരാൾ കാണും. അതൊക്കെ പോട്ട്. പക്ഷേ നമ്മളെ അവർ ഇത്രയധികം ശ്രദ്ധിക്കുന്നു എന്നുള്ളൊരു കാര്യം ഞാൻ ഇന്നലെയാണ് എനിക്ക് മനസ്സിലായത്. ഇന്നലെ ജസ്റ്റ് ഒരു നടു ഒന്ന് പറ്റി. അപ്പോൾ ഞാനാണെങ്കിൽ വൈകിട്ട് ക്ലിനിക്കിൽ പോയപ്പോൾ മഴയും കാറ്റൊക്കെ ആയതുകൊണ്ട് ആ ക്ലിനിക്കിൻ്റെ അവിടെ ഒരു മരം വീണിട്ട് അവിടെ നിന്ന് കറണ്ട് ഇല്ല. ഇൻവെർട്ടറിൻ്റെ ഒക്കെ ചാർജ് അവിടത്തേക്ക് തീർന്നു. ആകെ പറഞ്ഞത് ഇത്രയുള്ളൊരു എമർജൻസിയുടെ വെട്ടം മാത്രമേ ഉള്ളൂ. ആ വെട്ടത്തിൽ എൻ്റെ വീട്ടുകാർക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവത്തില്ല. അപ്പോൾ അങ്ങനെ അവിടെ ഞാൻ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ പുറത്ത് നിൽക്കുകയായിരുന്നു. അപ്പം ഒരു അങ്കിൾ ഓട്ടോയിൽ വന്നു. അങ്കിൾ അതുകൊണ്ട് അച്ഛനോട് എന്താ വന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഇതുപോലെ മോളെ കൊണ്ട് വന്നു പറഞ്ഞു. അപ്പം ഈ അങ്കിൾ എന്നോട് സ്വാഭാവികമായിട്ടും വന്നു, മോളെ എന്ത് പറ്റി, എങ്ങനെ എന്താ ഭാരം പൊക്കി അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പം നല്ലൊരു മനുഷ്യനാണ് എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് പുള്ളി എന്നോട് ചോദിച്ചു മോളല്ലേ ഞാൻ രാജധാനി. എനിക്ക് രാജധാനിയോ മീൻസ് അങ്ങനെ സംഭവം. അപ്പം ചോദിച്ചു RX സെൻ്റർ ആണോ ചോദിച്ചു. അപ്പം പിന്നെ അതിൽ പോയത് കണ്ടല്ലോ. ഞാൻ പറഞ്ഞു അങ്കിൾ ഞാൻ വെറുതെ അല്ല നടു വിട്ടത്. അങ്ങനെ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ദൈവമേ, കാരണം എത്രമാത്രം വീട്ടിൽ കാലും കൈയും പിടിച്ചാണ് ബൈക്ക് കിട്ടിയ പാട് എനിക്കറിയാം. അപ്പം പുള്ളി ഇതെങ്ങാനും പറഞ്ഞു അപ്പം നടു വെട്ടി അതുകൊണ്ടാന്ന് പറഞ്ഞു. വീട്ടിൽ തന്നില്ലെങ്കിലും എന്നിട്ട് പറഞ്ഞു അതിൻ്റെ ഷോക്ക് അബ്സർ മാറണം അതുകൊണ്ടാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും അല്ല, ജസ്റ്റ് ഞാൻ കുഞ്ഞിട്ട് മൂന്നപ്പം നടൊന്ന് വെട്ടി. അപ്പം പുള്ളി അതൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആലോചിക്കുന്നതൊന്നുമല്ല, ജസ്റ്റ് ഹെൽമെറ്റ് വെച്ച് വണ്ടിയിൽ എന്തായാലും പാസ് ചെയ്തു. ഞാൻ ഇന്നടത്തൊന്നും ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഹെൽമെറ്റ് വെച്ച് ജസ്റ്റ് പാസ് ചെയ്ത് പോയ ഒരാൾ ഇത്ര ഉറപ്പിൽ പുള്ളിക്ക് ഞാനാണെന്ന് അറിയാമെങ്കിൽ നമുക്കുള്ള കാര്യമൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. അപ്പം ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ. വല്ലയിടത്തൊക്കെ പോയി വല്ല വള്ളിയൊക്കെ പിടിക്കുന്നവരാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളവിടെ ചെയ്യുന്നതും കാണുന്നതും മീൻസ് നമ്മളവിടെ പറയുന്നതും കേൾക്കുന്നതും ആരും കേൾക്കുന്നില്ലെന്നോ പറയുന്നില്ലെന്നോ വിചാരിക്കുന്നത്. നമ്മളറിയുന്ന ആരെയിലൊക്കെ എവിടെയൊക്കെ കാണും. അതെപ്പോഴും നമ്മൾ ഓർത്തോണം. എന്തെങ്കിലും ഉടായ്പൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ പോലും അറിയത്തില്ല, നമ്മുടെ വീട്ടുകാർ അതിനേക്കാൾ മുന്നേ അറിയുന്നുണ്ടായിരിക്കും. പിന്നെ ഈ കൊടുത്ത് പറയേണ്ട കുറച്ച് ടീംസ് ഉണ്ട്, അവരെ നമ്മൾ മറക്കാൻ പാടില്ല. കാരണം അത്രയ്ക്ക് നല്ല മനസ്സുള്ള അമ്മായിമാരാണ് അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മാലിക്കര നിൽക്കുകയാണെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് അറിയിലും കൂടെ എവിടെയൊക്കെ പോയി എന്ന് വീട്ടിൽ വന്ന് പറയുന്നത് നല്ല തങ്കക്കുടം പിടിച്ച അമ്മായിമാരും അമ്മമാരും ഉണ്ട് നമ്മുടെ ചുറ്റിലും. അങ്ങനെ പണി കിട്ടിയിട്ടുള്ള ഒത്തിരി പേരെ എനിക്കറിയാം. അവർക്ക് ഇതുകൊണ്ട് എന്ത് സുഖമാണ് കിട്ടുന്നത് എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ നമ്മൾ ആലോചിക്കണം, കാരണം ഒരാളെ എവിടെയും വെച്ച് കണ്ടു ഓക്കെ, എന്നിട്ട് അവർ അത് കഴിഞ്ഞുള്ള എഫേർട്ട് എന്ത് ചെയ്താലും മതിയത്തില്ല. കാരണം അത് അവരുടെ വീട്ടിൽ ചെന്നിട്ട് വേറൊരു സ്റ്റോറി ആക്കിയിട്ട് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക, നമ്മൾ പറഞ്ഞ പോലും പിന്നെ വിശ്വസിക്കാത്ത രീതിയിൽ കൺവിൻസ് ചെയ്യുക, അതൊക്കെ വലിയൊരു കഴിവാണ്. അവർ അത്രയും എഫേർട്ടാണ് അതിൽ ഇടുന്നത്. കാരണം നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. കാരണം അല്ലെങ്കിൽ പിന്നെ അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിൽ വന്ന് അത്രയും സമയം ചിലവാക്കി എഫേർട്ട് എടുത്ത് പറഞ്ഞ കാര്യമില്ല. അപ്പം നമ്മൾ അവരെ എന്നും ഓർക്കണം, മനസ്സിൽ സ്മരിക്കണം. അപ്പം ഇങ്ങനെയുള്ള കുറേ ടീംസാണ് നമ്മുടെ ചുറ്റിനും. അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മളെ സൂക്ഷിക്കുക. പോയുള്ള വള്ളിയൊന്നും പിടിച്ച് വെക്കരുത്. കാരണം നമ്മൾ വിചാരിക്കും ആരറിയാനാ, നമ്മളിപ്പോൾ ഒന്ന് വണ്ടിയിലൊന്ന് സ്പീഡ് പോയാൽ പോലും നമ്മുടെ വീട്ടിൽ വന്ന് പറയാൻ ആൾക്കാരുണ്ട്. അപ്പം പിന്നെ എന്തെങ്കിലും ഉടായ്പ കാണിച്ചത് വീട്ടിൽ വന്ന് പറയാൻ 100 പേര് കാണും.